തുടങ്ങാറായി. ഇക്കാലം അത്രയും കൊതിച്ച മുഹൂർത്തം അടുക്കാറായി. കാലാബായി, നിന്നെ എനിക്ക് നേരിൽ കിട്ടണം, ഇവിടെ ഈ മണ്ണിൽ ഒറ്റയ്ക്ക്. പിന്നെ ഇഞ്ചിഞ്ചായി ഓരോ തുള്ളി നോവും അറിയിച്ച് മരിക്കാൻ സമ്മതിക്കാതെ. അറിഞ്ഞില്ല, രക്ഷകനാണെന്നറിയാൻ വൈകി, ക്ഷമാപണം. അരുത്. ധർമ്മപുരിയിൽ യുദ്ധക്കൊതിയും വീര്യമുള്ള കണ്ണുകൾ കണ്ടത് നിന്നിൽ മാത്രമാണ്. നിനക്കായി ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്തതൊക്കെ എനിക്കായി മാത്രം. ലക്ഷ്യമെന്തെന്നറിയാൻ മോഹമുണ്ട്. വേണ്ട, നിങ്ങളതറിയണ്ട. കേട്ടാൽ ഒരു അറബിക്കഥ എന്നേ തോന്നൂ. എല്ലാം ശുഭമാകാൻ പ്രാർത്ഥിക്കൂ അള്ളാഹുവിനോട്. വണിക്കുകൾ യുദ്ധം ചെയ്തുവെങ്കിൽ അത് അത്ഭുതം. ധീരതയെ നാം മാനിക്കുന്നു. ആരാണ് നിങ്ങൾ? ലക്ഷ്യം കച്ചവടം മാത്രമോ? ലക്ഷ്യം അതെനിക്ക് തന്നെ വ്യക്തമല്ല. അനീതിയെ എതിർത്തത് തികച്ചും സ്വാഭാവികം മാത്രം. കാലാശക്തനാണ്. എതിർക്കുന്തോറും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന മാനുഷ്യൻ. പരദേശിയായ ഒരു കച്ചവടക്കാരന്റെ നീതിബോധം കാലായ്ക്ക് മനസ്സിലാവില്ല. അതയാൾക്കൊരു മൃഗയാവിനോദമാവും മുൻപ് മടങ്ങിപ്പോയിക്കൊള്ളുക. ഒരിക്കലെങ്കിലും ധർമ്മപുരിക്കു വേണ്ടി നോവറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി. സമാധാനം മാത്രം കാംക്ഷിച്ച ആ നല്ല പ്രവാചകന്റെ മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോവുക. ധർമ്മത്തിന് പുകൾവറ്റ വംശത്തിലെ അവസാന രാജാവിന്റെ പലായനത്തിന് മുമ്പ് ഒരിറ്റ് രക്തം ഈ മണ്ണിൽ ധർമ്മത്തിന് വേണ്ടി വീഴ്ത്താൻ കഴിഞ്ഞാൽ അരുത്. ഇനിയുമൊരു രക്തച്ചൊരിച്ചിൽ അത് വേണ്ട. നാം ധർമ്മപുരി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെ. ആരും ഒഴിഞ്ഞു പോകുന്നില്ല. ഒരു രാജ്യത്തിന് മുഴുവൻ സമാധാനം ലഭിക്കുമെങ്കിൽ യുദ്ധം അനിവാര്യം തന്നെ. സമ്മതിക്കുന്നു. പക്ഷേ നിത്യവൃത്തിക്കുഴലുന്ന പാവം ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ പറയുന്നതോ രാജധർമ്മം അല്ല. പരദേശിയായ ഒരു കച്ചവടക്കാരന് തോന്നുന്ന ധർമ്മബോധമേ വേണ്ടൂ. ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടാവും ആത്മധൈര്യത്തിന്. അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കൽ. അവിടുത്തെ അനുവാദം. മുന്നിൽ നിൽക്കാൻ ധീരനായ ഈ കച്ചവടക്കാരനും മതി. കാലാബായി എതിർക്കാൻ അത് ധാരാളം. വേഗത കുറച്ചോളൂ മമ്മു. ഇത്ര വേഗം പോയാലേ വൈകും മുമ്പ് ക്ഷേത്രത്തിലെത്തും. മമ്മു, ആരാണത്? പഴയ മലയിൽ താമസിക്കുന്നില്ലേ ആ കച്ചവടക്കാരൻ. ഒരു നന്ദി വാക്ക് പറയാമായിരുന്നു. നന്ദി വാക്ക് പറയാൻ പറഞ്ഞു. കൊട്ടാരത്തിന്നാണ്. ചെറിയ രാജകുമാരി. അറേബ്യയിലെ കച്ചവടക്കാരനോ? അക്ബർ, അതാണ് നാമം. പരദേശിയായ ആ കച്ചവടക്കാരൻ എന്തിന് ധർമ്മപുരിവാസികളെ രക്ഷിക്കണം?
നിസ്സാരനല്ല അയാളെന്ന് തോന്നി. ആവില്ല. രാജാവിന്റെ രാജതന്ത്രത്തിലെ അവസാനത്തെ ഏടുകളാവും അണയും മുമ്പുള്ള ആളിക്കത്തൽ. ദുർബല രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ പരദേശികളെ വിളിച്ചു വരുത്തുമെന്ന് കേട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ആരാധ്യനായി മാറിയെന്ന് കേട്ടു ആ കച്ചവടക്കാരൻ. അവനെ നിഗ്രഹിച്ചാൽ പാടില്ല. ആ നിഗ്രഹം നമ്മുടെ കൈകൾ കൊണ്ടാവരുത്. അമർഷം കൊണ്ട് വിങ്ങുന്ന ജനങ്ങൾ ഒരു ജേതാവിനെ കിട്ടിയാൽ ശക്തി പ്രാപിച്ചേക്കാം. പൂർവാധികം അവനെ നിഗ്രഹിക്കാം. നമ്മുടെ കൈകളിൽ രക്തം പുരളാതെ. നാം അല്ലെങ്കിൽ പിന്നെ സർക്കാർ ധർമ്മപുരിയിലെ ജനങ്ങളുടെ ശത്രുത സർക്കാരിനോടാക്കി മാറ്റുക. അതാണ് കാലായുടെ പുതിയ അർത്ഥശാസ്ത്രം. ശിപ്പായി മുഖ്യൻ ദേവഭട്ടൻ എന്താണ് നിന്റെ പേര്? മുഹമ്മദ്. പ്രവാചകന്റെ നാമമാണത്, അറിയോ? പറയൂ, എന്താണ് വേണ്ടത്? അറേബ്യയിൽ കൊട്ടാരമുണ്ടോ? ഉണ്ട്, വലിയൊരു കൊട്ടാരം, പ്രവാചകന്റെ കൊട്ടാരം. ഞാനും വരട്ടെ മടങ്ങുമ്പോൾ? എന്തിന്? എന്റെ ഇത്തേക്കാണ്. മരിച്ചവർ അള്ളാഹുവിന്റെ അടുത്ത് എത്തുമെന്ന് പറഞ്ഞു ഉമ്മ. എന്റെ മടക്കം എന്നറിയില്ലല്ലോ എനിക്ക് പോലും. അക്ബർ. അക്ബർ അലി, അതാണ് മുഴുവൻ നാമം. ബന്ധിക്കാൻ ഉത്തരവുണ്ട് സർക്കാരിന്റെ. ഞാൻ ചെയ്ത കുറ്റം അത് പറഞ്ഞില്ല. കുറ്റം അത് കണ്ടെത്തുന്നത് ഞാനാണ്. നടക്കൂ. ഇല്ല, അത് കണ്ടെത്താൻ കഴിയില്ല. പണ്ടെന്നോ പൊയ്പോയ ശാന്തി
ധർമ്മപുരിക്ക് കൈവന്നു എന്ന് തോന്നുന്നു. ജനങ്ങൾ ആഹ്ലാദഭരിതരാണ്. ഞാൻ അറിയുന്നു. ശാന്തിദൂതനായ അറേബ്യയിലെ പ്രവാചകനെ അനുസ്മരിപ്പിക്കുന്നു നിങ്ങൾ. ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു, അത്രമാത്രം. നല്ലത്. ഉറക്കം കെടുത്തിയ രാവുകൾക്ക് വിരാമമായി. രാജാവും സന്തുഷ്ടനാണ്. കാണാൻ ആശങ്ക പ്രകടിപ്പിക്കുന്ന പോലെ തോന്നി. എന്റെ വരവിന്റെ ഉദ്ദേശം അതാണ്. പണ്ട് നമുക്കൊരു സൈന്യാധിപനുണ്ടായിരുന്നു. മെയ്യും മനസ്സും മറന്നു പോരാടി നമ്മെ സംരക്ഷിച്ച ധീരനായ സേനാനി സഫർ. ഒരു രാത്രി, നമുക്ക് രാജ്യം നഷ്ടപ്പെട്ട രാത്രി, സഫർ ചതിയിൽ കൊല്ലപ്പെട്ടു. കാല, ഇന്ന് കാലാബായി മാറിയ നമ്മുടെ പഴയ മന്ത്രി മുഖ്യൻ, അയാളാണ് ആ പാതകം ചെയ്തതെന്ന് എല്ലാവരും അറിയുന്നു. അന്ന് സഫറിനൊരു മകനുണ്ടായിരുന്നു. ഇന്ന് അവൻ വളർന്നൊരു യുവാവായി കാണും. സഫറിന്റെ മകനാണെങ്കിൽ അവന് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല. കാലായോട് പ്രതികാരം ചെയ്യാതിരിക്കാനും കഴിയില്ല. അന്ന് അറേബ്യയിലെ കച്ചവടക്കാരനായി നീ നമ്മുടെ മുന്നിൽ നിന്നപ്പോൾ നമുക്ക് സഫറിനെ ഓർമ്മ വന്നു. അതേ രൂപം, അതേ ആകാര സൗഷ്ഠവും. പിന്നീട് കാലായുടെ ചാവേർക്കൂട്ടങ്ങളോടെ എത്തപ്പോൾ നാം കണ്ടു അതേ യുദ്ധ നൈപുണ്യം. ഇപ്പോൾ പറയൂ, നീ അക്ബർ സഫർ അലിയുടെ മകനല്ലേ? അതെ. ആരും അറിയരുതെന്ന് ഞാൻ എന്നും ആഗ്രഹിച്ച ആ സത്യം. ഇത്രയും ദുഃഖിതനായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങേ. രാജ്യം മുഴുവൻ റംസാൻ ആഘോഷിക്കുന്നു. എങ്ങും ആഹ്ലാദിക്കുന്ന മുഖങ്ങൾ മാത്രം. നാളെ അവരറിയാൻ പോകുന്ന സത്യം, അതാണ് എന്നെ അലട്ടുന്നത്. അങ്ങയെ മതിക്കുന്ന ആ സത്യം അറിയാൻ കഴിഞ്ഞെങ്കിൽ. സഫർ, നമുക്ക് ഈ രാജ്യം നഷ്ടപ്പെട്ടാൽ നിനക്കെന്തു തോന്നും? രാജ്യം നഷ്ടപ്പെടാനും അതൊരിക്കലും സംഭവിക്കില്ല. തലമുറകളായി എന്റെ പിതൃക്കൾ അങ്ങയുടെ വംശം രക്ഷിച്ചു. ഈ ഉള്ളവനും അത് തന്നെ ചെയ്യുന്നു, അവസാനത്തുള്ളി രക്തം വരെ. ഇല്ല സഫർ, നിനക്കും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പൊരുതേണ്ടത് വിധിയോടാണ്. അതിന് നിനക്കാവില്ലല്ലോ. വ്യക്തമായി പറഞ്ഞാൽ, പുതിയ ഭരണകൂടം, അവർ ജനപ്രതിനിധികളാണ് പോലും. എന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കഴിഞ്ഞു, ജനങ്ങളെയും. നാളത്തെ പ്രഭാതം മുതൽ ഞാൻ രാജാവല്ല, നീ സൈന്യാധിപനുമല്ല. അങ്ങ് പറയുന്നത് സത്യമാകാതിരുന്നെങ്കിൽ? നമ്മുടെ പ്രജകൾ ദുഃഖിക്കരുത്, അതുമാത്രമേ നാം ആഗ്രഹിക്കുന്നുള്ളൂ. ഇത്രയും കാലം എന്നെ, എന്റെ വംശത്തെ ഇമ പോലെ കാത്തുരക്ഷിച്ച നിന്റെ കുലത്തിന്, നിനക്ക് തരാൻ എന്റെ കൈവശം ഒന്നും ബാക്കിയില്ലല്ലോ. വേണ്ട, ഒന്നും. ഈ ഉള്ളവന്റെ മരണം വരെ അങ്ങയെ പരിചരിക്കാൻ എന്നെ അനുവദിച്ചാലും. അരുത്, നമ്മെ ഓർത്ത് ദുഃഖിക്കരുത്. ശിഷ്ടകാലം സന്തോഷപൂർണമാക്കൂ. വില പിടിച്ചതായി ഇതേ നമ്മുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളൂ. സ്വീകരിച്ചാലും. ക്ഷമിക്കൂ,
ഈ ഉള്ളവന് പ്രതിഫലം നൽകാതിരുന്നാലും എന്റെ കയ്യിലിരിക്കുമ്പോൾ ഈ രത്നങ്ങൾക്ക് വിലയില്ല. ഭാവിയിൽ നിനക്കും നിന്റെ മകനും ഇത് ഉപകരിച്ചേക്കും. അങ്ങയുടെ സ്നേഹം അതൊന്ന് മാത്രമേ എനിക്ക് വേണ്ടൂ. ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണമെങ്കിൽ സഫർ, നീ ഇത് സ്വീകരിക്കണം. റസിയ, വേണ്ട, എനിക്ക് കാണണ്ട. റംസാനായിട്ട് ഇന്നെങ്കിലും വൈകാതെ എത്തുമെന്ന് കരുതി. റസിയ, എന്റെ കയ്യിൽ എന്താണെന്ന് നോക്കൂ. നാട് മുഴുവൻ ആഘോഷത്തിലാണ്. ഇവിടെ മാത്രം ഒക്കേറ്റിനും രാജാവാണല്ലോ മുഖ്യം. വേണ്ട, ഞാൻ നോക്കണില്ല. രാജാവിന് രാജ്യം നഷ്ടപ്പെട്ട കഥ നിനക്ക് കേൾക്കണ്ടേ? എന്ത്? പടനായകന് സ്ഥാനം നഷ്ടപ്പെട്ട കഥ നിനക്കറിയണ്ടേ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഇതാ, ഇത് നോക്കൂ. തലമുറകളായി നാം ഉറങ്ങാതെ സംരക്ഷിച്ച വിശ്വാസത്തിന്റെ പ്രതിഫലം നോക്കൂ. ബാക്കിയുണ്ടായിരുന്നതെല്ലാം അദ്ദേഹം വാരിക്കോരി തന്നിരിക്കുന്നു. സത്യമാണോ അങ്ങേ പറയുന്നത്? സത്യം. ഇനി ഇത് മാത്രമേ സത്യമുള്ളൂ. ധർമ്മപുരി രാജനെ ഓർമ്മിക്കാൻ ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. വേണ്ട, നമുക്ക് ഈ പ്രതിഫലം വേണ്ട. അദ്ദേഹത്തിനില്ലാത്ത സൗഭാഗ്യം അത് നമുക്ക് വേണ്ട. ഈ സ്നേഹോപഹാരം സ്വീകരിച്ചില്ലെങ്കിൽ അത് അദ്ദേഹത്തെ നിന്ദിക്കുന്നതിന് തുല്യമെന്ന് തോന്നി. ഇപ്പോൾ അദ്ദേഹം സന്തുഷ്ടനാണ്. അങ്ങ് ദുഃഖിക്കരുത്, നല്ലതേ വരൂ. അദ്ദേഹത്തിന് നാം ഈ ഉപഹാരം നിധി പോലെ കാത്തുവെക്കും, മരണം വരെയും. പിന്നെ അക്ബറിന്റെ കാലത്ത് അവ സംരക്ഷിക്കട്ടെ. സംരക്ഷിക്കേണ്ടത് നിധിയല്ല, ശിരസാണ്. കാലാബായി. അതെ, കാല തന്നെ. ധർമ്മപുരിയിലെ അവസാന മന്ത്രി മുഖ്യൻ. നീ പറഞ്ഞതിന്റെ അർത്ഥം? അർത്ഥം ഒന്നേ ഉള്ളൂ. ഈ നിമിഷം നീ സേനാധിപതി അല്ലാതാകുന്ന ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഇനി നിന്നെ സംരക്ഷിക്കാൻ രാജാവുമില്ല, സൈന്യവുമില്ല. രാജസ്ഥാനം കൈക്കലാക്കാൻ ഞാൻ നീക്കിയ ഓരോ കരുക്കളും നീ നിർദാക്ഷിണ്യം തച്ചുടച്ചു. നിന്റെ വിശ്വസ്തത കൊണ്ട് ആരെന്ത് നേടി? രാജാവോ നീയോ? എന്റെ വിശ്വസ്തത നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഈ രാജ്യത്തിന് വേണ്ടി, പ്രജകൾക്ക് വേണ്ടി. ആർക്കും വേണ്ടാത്ത നിന്റെ രാജാവും പ്രജകളും എന്റെ കാൽ കീഴിലാകും മുമ്പ് എനിക്ക് ഈ നരബലി ചെയ്തേ തീരൂ. നീ കാണിക്കുന്നത് അവിവേകമാണ്. അവിവേകം എന്റെ ആയുധമാണ്. സത്യമാണോ ഞാൻ ഈ കാണുന്നത്? അക്ബർ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഒരു ഓർമ്മക്കാലം മുഴുവൻ ഞാൻ കൊതിച്ചിരുന്ന ഈ നിമിഷം വിശ്വസിക്കാനാവുന്നില്ല. അരുത്, പഴയ അക്ബർ എന്നിൽ നിന്ന് എത്രയോ വിഭിന്നൻ. ഓർമ്മകളുടെ സുഖം അത് നഷ്ടമാകാതിരിക്കട്ടെ. വിഭിന്നൻ എന്ന് സൂചിപ്പിച്ചത് മനസ്സിലാകുന്നില്ല. വേദനകൾ
വേദനകൾ മാത്രം ബാക്കിയാക്കിയ ബാല്യം, ഓർത്തോർത്ത് ദുഃഖിച്ച കൗമാരം, ശത്രുവിനോട് പകവീട്ടാൻ കൊതിച്ച് ആയോധന വിദ്യ സ്വന്തമാക്കിയ യൗവനം, പിന്നെ അവസരം പാത്തുള്ള മടക്കയാത്ര. ഒരു യോദ്ധാവിന്റെ മുറിവുണങ്ങാത്ത മനസ്സുമായി ഇപ്പോൾ നിൽക്കുമ്പോൾ നഷ്ടമായി എന്ന് തോന്നുന്നത് എന്നെ തന്നെ, എന്റെ സ്വപ്നങ്ങൾ തന്നെ. മനസ്സിലാകുന്നു എല്ലാം. ഇനിയും ഒരു കാത്തിരിപ്പ്. ഞാൻ അതിനും തയ്യാർ. പാടില്ല. യോദ്ധാവിന്റെ വഴികളിൽ സ്വപ്നങ്ങൾക്ക് സ്ഥാനമില്ല. പോകുന്നു. മനസ്സ് തളരും മുമ്പ് ഞാൻ പോകട്ടെ.